Hello friends, we will unboxing our sound bar, our 150 watt high quality sound bar. We will unboxing Samsung sound bar. In the box, we will actually Samsung TV. We will TV Samsung. I video already Samsung Samsung ബാക്കിയുള്ള കുറച്ച് ബ്രാൻഡ് ബോട്ടൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും റീബ്രാൻഡഡ് ആണ് എന്ന് വെച്ചാൽ മോസ്റ്റ്ലി എല്ലാം ചൈനീസ് റീബ്രാൻഡ് ചെയ്തിട്ട് അവർ തന്നെ വിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ സെബ്രോണിക്സ് ഒക്കെ കുറേ പ്രൊഡക്ട്സ് റീബ്രാൻഡഡ് ആണ് ബോട്ടും കുറേ എണ്ണം അതുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ആക്ച്വലി ഇത് കുറച്ച് ഓഫറിലും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ആക്ച്വലി എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്തായാലും എൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് അപ്പോൾ ഇവരുടെ ബോക്സ് ഫുൾ ഈ ടൈപ്പാണ് നമ്മുടെ സാംസങ്ങിൻ്റെ ടി വിയുടെ ബോക്സുകൾ ഉണ്ടായിരിക്കും എല്ലാം ഇപ്പോൾ ഭയങ്കര മിനിമലിസ്റ്റിക് ആണെന്ന് വെച്ചാൽ ഒരു ഗോ ഗ്രീൻ്റെ ഭാഗമായിട്ട് ഇവർ അത്രയ്ക്കൊക്കെ പ്രിൻറ്റിങ്ങോ പ്ലാസ്റ്റിക്കോ ഒക്കെ കുറച്ചൊക്കെയാണ് അപ്പോൾ ഫുൾ പേപ്പറിൽ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ട് ഇങ്ക് ഉപയോഗിച്ചിട്ടൊക്കെ അവർ ഉണ്ടാക്കിക്കുന്നതാണ് എൻ്റെ ബോക്സ് മേലെ അതിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗോ ഗ്രീൻ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ ഉണ്ടാവില്ല പിന്നെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 16,990 രൂപയാണ് കേട്ടോ അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 150 വാട്ടിൻ്റെ ഒരു സൗണ്ട് ബാറും ഒരു വൂഫറാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള പവർഫുൾ ബാസ് 1 റിമോട്ട് കൺട്രോൾ നമുക്ക് സാംസങ്ങിൻ്റെ ടി വി ആണെങ്കിൽ നമുക്ക് ഒരു റിമോട്ട് മതി കൺട്രോൾ ചെയ്യാൻ അതുപോലെ തന്നെ സ്മാർട്ട് സൗണ്ട് മോഡ് ഉണ്ട് നമ്മുടെ എന്താ പറയുക ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് സാധനമാണ് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ സൗണ്ട് മാറും ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്യും പിന്നെ ഗെയിമിംഗ് മോഡ് ഉണ്ട് ബ്ലൂടൂത്ത് 3V കണക്ഷനാണ് വരുന്നത് ഇതിൽ നമുക്ക് HDMI പോർട്ടില്ല കേട്ടോ അങ്ങനെ ഒരു കോൺ ഇതിലുണ്ട് ഇവരുടെ ഒരു 20,000 താഴെയുള്ള എല്ലാ മോസ്റ്റ്ലി ഒരു 18,000-19,000 താഴെയുള്ള എല്ലാ സൗണ്ട് ബാറിലും ഇവർക്ക് HDMI പോർട്ട് കുറവാണ് മോസ്റ്റ്ലി എല്ലാം ബ്ലൂടൂത്തും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ കേബിൾ സപ്പോർട്ടൊക്കെ ഉള്ളത് ഇതിൻ്റെ സൗണ്ട് ബാറിൻ്റെ പേര് വന്നത് സൗണ്ട് ബാർ T4-2E എന്നാണ് മോഡൽ വരുന്നത് ഞാൻ എന്തായാലും സാംസങ്ങിൻ്റെ എന്താ പറയുക ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആമസോണിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും സെറ്റപ്പൊക്കെ നമ്മൾ സൗണ്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത് അങ്ങനെ ബാസ് ഉണ്ടോ കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ് ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ പിന്നെ എന്തെങ്കിലും സംശയിക്കുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഫ്രെയിമിൽ നമ്മുടെ റൂമിൽ തന്നെ ഇത് കൊള്ളാൻ എന്ന് വെച്ചാൽ നമ്മുടെ ടേബിളിൽ നിന്ന് സാധനം കൊള്ളില്ലോ ടി വി തന്നെ നമ്മൾ താഴത്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ ടേബിളിൽ നമ്മുടെ ഇപ്പോൾ ഈ സാധനം കൊള്ളില്ല പക്ഷേ ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി എല്ലാം കൊള്ളും അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് കട്ട് ചെയ്യാം നമ്മൾ ആദ്യമായിട്ട് തുറക്കാൻ പോകുന്നു കേട്ടോ നമ്മുടെ ലൈവ് നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം ഒരു ബോക്സ് ഭയങ്കര നോർമൽ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് അല്ലേ അതേ ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത് ബോക്സ് അതിൻ്റെ ശരിക്കും ഒരു ഷോർട്ട് വേണമെങ്കിൽ ഒരു എന്താ പറയുക ബഡ്ജറ്റ് കട്ടിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗോയിങ് ഗ്രീൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ദിസ് ന്യൂ പാക്കേജിങ് യൂസസ് ലെസ് പേപ്പർ ആൻഡ് ഇങ്ക് ദാൻ അവർ പ്രീവിയസ് പാക്കേജിങ്ങുമായിട്ട് അപ്പോൾ അതിനൊരു ഇതും കൊടുത്തിട്ടുണ്ട് പിന്നെ ബോക്സിൻ്റെ ഞാൻ ഡീറ്റെയിൽ കാണിച്ചു തരാമെന്ന് വെച്ചാൽ നമ്മളവിടെ കൊള്ളാത്തത് കൊണ്ട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്താണ് പെട്ടെന്ന് ഇറങ്ങി നമ്മൾ ബോക്സ് ഫുള്ള് കാണിച്ചു തന്നെ ഞാൻ പിന്നെ ഡീറ്റെയിൽസ് പറയാം മോഡൽ എന്ന് പറയുന്നത് T42E ആണ് അതുപോലെ തന്നെ നമുക്ക് നെറ്റ് കണ്ടൻറ്റ് വരുന്നത് യൂസർ മാനുവലുണ്ട് പവർ കോഡ് റിമോട്ട് കൺട്രോൾ ബാറ്ററി അതുപോലെ തന്നെ ടോട്ടൽ പവർ ഔട്ട്പുട്ട് വരുന്നത് 30 വാട്ടാണ് കേട്ടോ കറണ്ടിൻ്റെ കാര്യത്തിൽ പിന്നെ മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ് ചൈനയല്ല അതുപോലെ തന്നെ മാനുഫാക്ചർഡ് ബൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സാംസങ് ഇന്ത്യ ഇമ്പോർട്ടഡ് മാർക്കറ്റ് ബൈ പിന്നെ എൻ്റെ ഫീച്ചേഴ്സായിട്ട് 2.1 ചാനലാണ് വരുന്നത് 150 വാട്ടാണ് വരുന്നത് ഡോൾബി ഓഡിയോ സപ്പോർട്ട് ഉണ്ട് DTS സപ്പോർട്ട് ഉണ്ട് എനർജി റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഒപ്റ്റിക്കൽ കേബിൾ ഇൻക്ലൂഡഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെയും കട്ട് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഈ സെയിം ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് നമുക്ക് എന്തായാലും ഇത് എടുക്കാം രണ്ട് പാട്ടാണ് നമുക്ക് താഴെ സൗണ്ട് ബാറും മുകളിൽ സൗണ്ട് ബാറും മുകളിൽ സബ്വൂഫറും താഴെ സൗണ്ട് ബാറൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ വരുന്നത് വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ചെറിയൊരു വെയിറ്റൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു റിമോട്ട് ഞാൻ എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് കാണിച്ചു തരാം പിന്നെ നമുക്കൊരു പവർ കേബിളും ഒരു ഡബിൾ എ ബാറ്ററി രണ്ടെണ്ണമുണ്ട് ഇത് ബെക്സലിൻ്റെ ആൽക്കലൈൻ ബാറ്ററിയാണ് കേട്ടോ ഇതേത് സംഭവം ബെക്സൽ ഞാൻ ആക്ച്വലി കേട്ടിട്ടില്ല നോക്കി നോക്കാം നമുക്ക് പിന്നെ നമുക്കൊരു ഓഡിയോ ഇൻ ആൻഡ് ഔട്ടിൻ്റെ കേബിൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു യൂസർ മാനുവൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ക്ലാമ്പിങ് ആണ് ഇത് മെറ്റൽ ക്ലാമ്പാണ് കേട്ടോ പിന്നെ നമുക്കിനി വരെ എടുക്കാനുള്ളത് നമ്മുടെ എന്താ പറയുക സൗണ്ട് ബാറാണ് അപ്പോൾ സൗണ്ട് ബാർ എടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്ന ഇതൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും അതിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സെറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോ ഒന്നും നമുക്ക് ആയിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നല്ല സ്പേസിൻ്റെ കുറവുണ്ട് കേട്ടോ നമുക്കുള്ള കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് നമുക്ക് എടുക്കണമെങ്കിലേ എടുക്കാൻ കുറച്ച് ട്രിക്കിയാണ് എന്ന് വെച്ചാൽ
ഓ അങ്ങനെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു എടുക്കാൻ കുറച്ച് പാട് തന്നെയുണ്ട്. ഞാൻ എന്തായാലും ഇത് എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് തിരിച്ച് വരാം കളിക്കുന്നത്, അല്ലെങ്കിൽ വെറുതെ ടൈം പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ ബോക്സിൽ നിന്ന് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് വൂഫർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഫുൾ ബ്ലാക്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഫുൾ ബ്ലാക്ക് ആണ്. ഇത് ക്ലോത്ത് ഉണ്ട് എല്ലാ സൈഡിലും, എല്ലാ സൈഡിലും ഇല്ല, നമ്മുടെ ഫ്രണ്ടിലെ സൈഡിൽ നമുക്ക് ക്ലോത്ത് ഉണ്ട്. നമ്മുടെ ഡസ്റ്റ് ഉള്ളിലേക്ക് കയറാതിരിക്കാനുള്ള ക്ലോത്ത് പ്രൊട്ടക്ഷൻ പോലെ തന്നിട്ടുണ്ട്. പിന്നെ അവിടെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ വേറെ സ്പെഷ്യലായിട്ടൊന്നും പറയാനൊന്നുമില്ല. അതാ ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വൂഫർ വരുന്നുണ്ടോ. അപ്പോൾ ഇവിടെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല. ബാക്ക് സൈഡിൽ അതിൻ്റെ എയർ ബാൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വിച്ചും കാണുന്നില്ല, ജസ്റ്റ് ഒരു വയർ മാത്രമേ ഉള്ളൂ. വയറിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാമെന്ന് തോന്നുന്നു. നോർമൽ ഫ്ലാറ്റ് വയർ പോലത്തെ ഒരു വയറാണ് കൊടുത്തിട്ടുണ്ട്. ബ്രൈഡെങ്കിലും കൊടുക്കാമായിരുന്നു ഇവർക്ക്. അപ്പോൾ പിന്നെ നമ്മുടെ സൗണ്ട് ബാറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ വരുന്നത്. ഇതും രണ്ടും വെയിറ്റ് ഭയങ്കര ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് അധികമൊന്നും ഇല്ലെന്ന് എനിക്ക് ഞാൻ പറയാനുള്ളത്. വെച്ചാൽ നമുക്ക് വെയിറ്റ് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ. ഇനി നമുക്ക് ഇതിലൂടെ കുറേ അക്സസറീസ് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഒരു ക്ലോത്ത് പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഫുള്ള് കാണിച്ചു തരാം. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇത്രയാണ് വരുന്നുണ്ടോ. അപ്പോൾ ഇത് നോർമലി 50 ഇഞ്ച് 55 ഇഞ്ച് 43 ഇഞ്ചിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ DTS ഓൾബി ഡിജിറ്റൽ ഓഡിയോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് അതിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ഓൾറെഡി ബോക്സിൽ കാണിച്ചതാണ്. പിന്നെ ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ്. 30 വാട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ സ്വിച്ച് വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോത്തിങ് ഉണ്ട് കേട്ടോ. ഡസ്റ്റ് ഉള്ളിൽ കണ്ടിരിക്കാനുള്ള ക്ലോത്തിങ് കൊടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി ഇൻബിൽഡ് നമ്മുടെ സാംസങ്ങിൻ്റെ എല്ലാ സൗണ്ട് ബാറിനും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ചോദിച്ചപ്പോൾ. ഞാൻ ടി വി അടുത്ത് വെച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ ബ്ലൂടൂത്ത് ഫോണിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം കേട്ടോ. ഇതിൽ നമുക്ക് പോർട്ടൊക്കെ ഇതിൻ്റെ താഴെ ഉണ്ട്. നമുക്കൊരു സബ് വൂഫർ പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വൂഫറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നേക്കണം ഞാൻ റിമോട്ട് കാണിച്ചുതരാം ആദ്യം. അപ്പോൾ ഇങ്ങനെയാണ് റിമോട്ട് വന്നേക്കണം കേട്ടോ. റിമോട്ടും അതിന് റിമോട്ട് ചെറുതായിട്ട് നമ്മുടെ ടി വി ആയിട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതൊരു കെർവ് റിമോട്ടാണ് കണ്ടു. ഒരു കെർവുള്ള റിമോട്ടാണ്. ഇതാണ് റിമോട്ട് വരുന്നത്. ഇതിൽ നമുക്ക് പവർ സ്വിച്ച് വരുന്നുണ്ട്, പെയർ ബട്ടൺ വരുന്നുണ്ട്, പോസ്, മ്യൂട്ട്, സൗണ്ട് മോഡ് സെലക്ട് ചെയ്യാൻ സെറ്റിങ്സിൻ്റെ ഉണ്ട്. വോളിയത്തിൻ്റെയും വൂഫറിൻ്റെയും സൗണ്ട് സെറ്റ് ചെയ്യാനുള്ള കൺട്രോൾ ചെയ്യാനുള്ള 2 സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൽ ബാറ്ററി ഉണ്ടാവില്ല, നമുക്ക് സെപ്പറേറ്റ് വേറെ ബാറ്ററി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്ററി ഇടാം, ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് നമുക്ക് നമ്മുടെ ക്ലാമ്പിംഗ് ആണ് കേട്ടോ. നമുക്ക് മൗണ്ട് ചെയ്യണമെങ്കിലുള്ള ക്ലാമ്പിംഗ് ആണ്. ഞാൻ എന്തായാലും മൗണ്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ പവർ കേബിളാണ്. പവർ കേബിളും അതുപോലെ തന്നെ ബാറ്ററി. ഇതിൽ AAA ബാറ്ററി അല്ല കേട്ടോ, AA ബാറ്ററി വരുന്നത്. 2 വലിയ ബാറ്ററിയാണ് AA എന്ന് പറയുമ്പോൾ. ഞാനൊരു പവർ കോഡ് എടുത്ത് കാണിച്ചു തരാം. എനിക്ക് തോന്നാൻ കണ്ടിട്ട് പവർ കോഡ് അത്യാവശ്യം ലെങ്ത് ഉള്ളത് പോലെ തോന്നുന്നുണ്ട്. 2 പവർ കോഡ് ഉണ്ട്, അതുകൊണ്ടാണ്. അല്ല, സിംഗിൾ പവർ കോഡേ ഉള്ളൂ. നമുക്ക് ദിവസം പവർ കോഡ് അവിടെ വേറെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററി വന്നിരിക്കുന്നത് കേട്ടോ. ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് നമ്മുടെ യൂസർ മാനുവലാണ് കേട്ടോ. കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു ഓഡിയോ ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ബ്രാൻഡിങ് ഒന്നും കൊടുത്തിട്ടില്ല ഇതിൽ. മാനുഫാക്ചർഡ് ബൈ സാംസങ് ഇന്ത്യ തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റിമോട്ടും അതുപോലെ തന്നെ പവർ സെറ്റപ്പും അതുപോലെ തന്നെ പവർ കോഡും കാര്യങ്ങളൊക്കെ കുത്തിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇതിൽ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പവർ കോഡ് നമുക്ക് ഒരെണ്ണത്തിലേ വേണ്ട കേട്ടോ. നമ്മുടെ സബ് വൂഫറിൽ മാത്രമേ പവർ കോഡ് ഉള്ളൂ. ശരിക്കും നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിരിക്കും പവർ പോകുമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയപ്പോൾ വേറെ പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ വേറെ പവർ കേബിളൊന്നും വന്നിട്ടില്ല അവർ. അപ്പോൾ എനിക്ക് ഡൗട്ടായത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഊരട്ടേട്ടാ. ഓക്കെ. അപ്പോൾ പവർ കോഡിൻ്റെ ലെങ്ത്ത് എനിക്ക് തോന്നുന്നു 1 മീറ്റർ, ഒരു 1.5 മീറ്റർ ഉണ്ടായിരിക്കും വേണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കുത്താം. വെയ്റ്റ്ലെസ് ആണ് കേട്ടോ, വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ഓക്കെ, കുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സബ് വൂഫറിൻ്റെ കണക്ഷൻ വരുന്നത് ഇവിടെ തന്നെയാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ്. ഒരു പിന്ന് പോലെയാണ്, നമ്മുടെ ഫോൺ കണക്ഷൻ കുത്തുന്ന പോലെ കുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ക്യാമറ പഠിക്കൊന്ന് സൂം ചെയ്തായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കൊള്ളുന്നില്ല, ഇവിടെ സ്പേസ് ഭയങ്കര ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പെയർ ചെയ്യുന്നുണ്ട്. പെയർ ഈസിയാണ് കേട്ടോ. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് പെയറിംഗ് മോഡിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ചെറിയ ഡിസ്പ്ലേ ഇടക്കിടയ്ക്ക് കത്തും. ഇത് ഭയങ്കര ചെറിയൊരു ക്ലോത്തിൻ്റെ ഉള്ളിലാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പെയർ ആയിട്ടുണ്ട്.
ഇൻ യൂസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നമുക്ക് സെറ്റപ്പ് HD മോഡൊക്കെ ഉണ്ട്. ഓഡിയോ മോഡ് സെറ്റപ്പ് ചെയ്യാനുള്ള ഫോണിൽ നമുക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. HD നമുക്ക് HD എടുക്കാം. സെറ്റിംഗ്, അത് നമ്മുടെ ഫോണിൻ്റെ പേരോടെ എത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് വെച്ച് നോക്കാം. പാട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരും, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വരും. അപ്പോൾ നമുക്ക് എന്താ പറയുക മറ്റേ സംഭവം തന്നെ വെച്ച് നോക്കാം. എന്താ ചെയ്യുക, കോപ്പിറൈറ്റ് ഫ്രീ തന്നെ. കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് ഇവിടെ പോയി ഓണാക്കിയിട്ടാ. നമുക്ക് സെപ്പറേറ്റ് വോളിയുണ്ട് വൂഫറിനും സബ് വൂഫറിനും. നമുക്ക് കേൾക്കുന്നുണ്ടായിരിക്കും സൗണ്ട്. എൻ്റെ മൈക്ക് നമ്മുടെ ഉണ്ട്. ഇത് നമ്മുടെ വോളിയം ഇപ്പോൾ 22-ലാണ് കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ഒടുക്കത്തെ ക്ലാരിറ്റിയാണ് കേട്ടോ, ഒടുക്കത്തെ ക്ലാരിറ്റി. ഞാൻ വൂഫർ നമുക്ക് 5 മോഡുണ്ട്, +5 വരെ നമുക്ക് ബാസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലാരിറ്റി ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റി. നമുക്ക് എന്തായാലും ഒരു ബാസുള്ള വെച്ച് നോക്കാം. ബാസുള്ള എന്താ വയ്ക്കുക, NCS തന്നെ വെച്ച് നോക്കാം. ബാസ് ഉണ്ട്, സാംസങ്ങിൻ്റെ വരുന്നതിൽ വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ NCS വെച്ചിട്ടുണ്ട്. ബാസ് രക്ഷയില്ലാത്ത ബാസാട്ടാ, ഭയങ്കര ഭൂമിക്കുൽക്കാൻ. ബാസ് നോക്കുവാണെങ്കിൽ കൺട്രോൾ ചെയ്യാം. തിയേറ്റർ എഫക്റ്റ് കിട്ടുന്നുണ്ട്, ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. എൻ്റെ ഫോണിൽ ആക്ച്വലി ഡോൾബി ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കാണാനുണ്ട്. നമ്മൾ ഓഫ് ചെയ്തു. ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റിയാണ് കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങൾ കണ്ണു മൂട്ടി സാംസങ്ങിൻ്റെ, പ്രത്യേകിച്ച് സാംസങ് TV ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണു മൂട്ടി വാങ്ങിക്കാം. എന്താ വെച്ചാൽ നമുക്ക് ഒറ്റ റിമോട്ടിൽ കൺട്രോൾ ചെയ്യാനുള്ള. അതുപോലെ തന്നെ സ്മാർട്ട് മോഡൊക്കെ സൂപ്പർ സംഭവമാണ് കേട്ടോ. നമ്മളെന്തായാലും ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യുന്നതാണ്. എന്താ വെച്ചാൽ നമ്മുടെ ആക്ച്വലി ഇപ്പോൾ ആകെ കൺജസ്റ്റഡ് ആയിട്ട് നമ്മുടെ റൂം കൊള്ളുന്നില്ല നമ്മുടെ പ്രൊഡക്ട്സ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വൂഫറും സബ് വൂഫറും അതുപോലെ തന്നെ സൗണ്ട് ബാറൊക്കെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യം കുറച്ച് കൺജസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക. നമ്മൾ ആക്ച്വലി ഇത് TVയുടെ സൗണ്ട് ഫുൾ അവിടെ പോയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ നമ്മളൊരു ഇനീഷ്യൽ റിവ്യൂ പോലെ നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്കിപ്പോൾ ഒരു 10,000-11,000 റേഞ്ച് അങ്ങനെ അത് മാറിക്കൊണ്ട് ഫ്ലക്ച്വേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 150 വാട്ടിനുണ്ട്, 200 വാട്ടിനുണ്ട്, 250 വാട്ടിനുണ്ട്, അങ്ങനെ കുറേ റേഞ്ചുകളുണ്ട്. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ പ്രൈസിൻ്റെയും അതേപോലെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കുറേ റേഞ്ച് കിട്ടും. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ 150 വാട്ടിനാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. ഞാൻ ആക്ച്വലി ബോട്ടിൻ്റെ ചെയ്തതാണ്. ബോട്ടിൻ്റെ ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് ക്യാൻസൽ ചെയ്തായിരുന്നു. ബോട്ട് ആക്ച്വലി ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 99-96% പ്രൊഡക്ട്സുകളും ചൈനീസാണ്. അത് അവർ റീബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്, അവർ മേക്കിംഗ് ചെയ്യുന്നതല്ല. അതിപ്പോൾ ഇയർബഡിലായാലും അത് തന്നെയാണ് സംഭവം. അതിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ച്വലി എന്താ വെച്ചാൽ ഇന്ത്യൻ പ്രൊഡക്ട്സ് എല്ലാം മോസ്റ്റ്ലി അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ വേറെ പിന്നെ സെബ്രോണിക്സിൻ്റെ കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. പിന്നെ സെബ്രോണിക്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി കുറച്ച് കാലം മുമ്പ് നമ്മുടെ കസിൻ വാങ്ങിച്ച ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ആക്ച്വലി സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ആ റേഞ്ചിൽ നമുക്ക് ആക്ച്വലി സാംസങ്ങോ അതുപോലെ തന്നെ സോണി ഫിലിപ്സ് അങ്ങനത്തെ സംഭവം കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ റേഞ്ചിൽ നമുക്ക് ഈ സംഭവം കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാൻ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആണ് സൗണ്ടിൽ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ TV വെച്ചിട്ട് ഒരു മൂവി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി നോക്കണം. അപ്പോൾ അതിൽ ഞാൻ ആക്ച്വലി അത് റിവ്യൂവിൽ കാര്യത്തിൽ പറയാം കേട്ടോ. പിന്നെ ആക്ച്വലി എൻ്റെ ഒരു മേജർ കോൺ എന്ന് പറയാനുള്ളത് HDMI പോർട്ടില്ല, HDMI EARC സപ്പോർട്ടില്ല എന്നുള്ളൊരു പ്രോബ്ലമാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. പിന്നെ വേറെ പറയാനുള്ളത് നമ്മൾ ആക്ച്വലി ഇന്ന് TVയും സബ്വൂഫറും ഇന്നാണ് ആക്ച്വലി ഡെലിവറി ചെയ്തത്. 1 മണിക്കൂർ പോലും ആയിട്ടില്ല. അപ്പോഴേക്കും അവരുടെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ വാറണ്ടി രജിസ്ട്രേഷൻ ചെയ്യാനൊക്കെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സർവീസ് സൂപ്പർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എന്ത് പ്രോഡക്റ്റ്സ് വാങ്ങിക്കുമ്പോൾ സർവീസ് മെയിൻ ആണല്ലോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ആക്ച്വലി ഞാൻ സാംസങ് വാങ്ങിച്ചാൽ കുറച്ച് പ്രൈസ് കൂടിയാൽ തന്നെ നമ്മൾ ആക്ച്വലി ആദ്യം നമ്മൾ വേറെ ബ്രാൻഡ് TVകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു.
പക്ഷേ സർവീസ് ചില ഏരിയയിൽ മാത്രമേ കുഴപ്പങ്ങളുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ OnePlusൻ്റെ നോക്കിയിരുന്നു, OnePlusൻ്റെ U series 15 നോക്കിയിരുന്നു. പക്ഷേ അത് അപ്പോഴേക്കും ഔട്ട് ഓഫ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ ഫുട്ബോൾ സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഭയങ്കര നല്ല സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഇപ്പോൾ ഈ മോഡൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നുണ്ട്, നമ്മുടെ TV ആയാലും ഇതായാലും. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് താഴെ ഇടാം, നിങ്ങൾക്ക് ചെക്കൗട്ട് നോക്കട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, അതിൽ സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. ഞാൻ അടുത്ത വീഡിയോ കാണാം.